ക്ലാസ്സുകളിലൂടെ നമ്മൾ സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും അക്ഷരങ്ങളെ കൂട്ടി വായിക്കാനും മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ചിഹ്നങ്ങളെ പരിചയപ്പെടാം. ചിഹ്നങ്ങളെ ഹിന്ദിയിൽ മാത്രായം എന്നാണ് അറിയപ്പെടുന്നത്. ഹിന്ദി എഴുതാനും വായിക്കുവാനും അത്യാവശ്യമായ ഒരു ഘടകമാണ് ചിഹ്നങ്ങൾ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ? സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തേത് ആ അല്ലേ? ആക്ക് മലയാളത്തിൽ ചിഹ്നമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും ചിഹ്നമില്ല. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. ക പ്ലസ് ആ ഇവ ചേരുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരം ക എന്ന അക്ഷരമാണ്. അപ്പോൾ ആക്ക് ചിഹ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വേറൊന്നും അത് പറയാനും ഒന്നുമില്ല. അപ്പോൾ ക എന്ന അക്ഷരം കൊണ്ടുണ്ടാക്കുന്ന വാക്ക് നോക്കിയാലോ? കലം. കലം എന്നാൽ പേന എന്നാണ് അർത്ഥം. അടുത്തത് ആ എന്ന സ്വരാക്ഷരത്തെ പറ്റിയാണ്. ക പ്ലസ് ആ ചേരുമ്പോൾ ക എന്ന അക്ഷരമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ മാത്ര ശ്രദ്ധിച്ചോ? ദാ ഇതുപോലെ ഒരു വര മാത്രമാണുള്ളത്. അപ്പോൾ ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ക എന്ന അക്ഷരം കൊണ്ടുണ്ടാക്കുന്ന ഒരു വാക്ക് നോക്കാം. കാൻ. കാൻ എന്നാൽ ചെവി എന്നാണ് അർത്ഥം. അടുത്തത് ഈ എന്ന സ്വരാക്ഷരം ചേരുമ്പോൾ എന്താണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ക പ്ലസ് ഇ ചേരുമ്പോൾ കി ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം ഒന്ന് നോക്കിയേ. ആ ഡോട്ട്സിന് മുന്നേ ഒരു ചിഹ്നമാണ് ഉണ്ടാകുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. കായുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ ഒരു വള്ളി പോലെ ഇട്ടാൽ ഇതാണ് കി. അപ്പോൾ ഈയുടെ ചിഹ്നം മനസ്സിലായല്ലോ. അപ്പോൾ വാക്ക് നമുക്ക് നോക്കാം. കിതാബ്. കിതാബ് എന്നാൽ പുസ്തകം എന്നാണ് അർത്ഥം. അടുത്തത് ഈ. അപ്പോൾ ക പ്ലസ് ഇ ഇവ ചേരുമ്പോൾ കീ എന്ന അക്ഷരമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം നോക്കിയേ. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നോക്കാം. കാ ഇട്ടിട്ട് ഇവിടെയാണ് ആ വള്ളി വരുന്നത്. അപ്പോൾ കീ എന്നാണ് ഇതിനെ വായിക്കുന്നത്. അപ്പോൾ വാക്ക് നോക്കിയാലോ. കീൽ. നോക്കിയേ. കീൽ. കീൽ എന്നാൽ ആണി എന്നാണ് അർത്ഥം. അടുത്തത് സ്വരാക്ഷരങ്ങളിലെ ഉ. ക പ്ലസ് ഉ ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ഏതക്ഷരമാണ് ഉണ്ടായത്? കു. എന്തോന്നാണ്? കു. ചിഹ്നം നോക്കിയേ. ക എന്ന അക്ഷരം എഴുതി അടിയിൽ ഇതുപോലുള്ളൊരു ചിഹ്നം ഇട്ടാൽ അതാണ് കു. അപ്പോൾ അതുകൊണ്ടുള്ളൊരു വാക്ക് കുൽ. കുൽ എന്നാൽ ആകെ എന്നാണ് ഹിന്ദിയിൽ അർത്ഥം. അടുത്തത് ഊ എന്നുള്ള സ്വരാക്ഷരം. ക പ്ലസ് ഊ ചേരുമ്പോൾ കൂ എന്ന അക്ഷരമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ചിഹ്നം നോക്കിയാലോ. ചിഹ്നം ഇതാണ്. നോക്കിക്കോളൂ. ക ഇട്ട ശേഷം നമ്മൾ താഴെ ഇങ്ങനെ ഇടുന്നതാണ്. കൂ എന്നാണ് ഇതിനെ വായിക്കുന്നത്. അപ്പോൾ വാക്ക് നോക്കിയാലോ. കൂതന. കൂതന എന്നാൽ ചാടുക എന്നാണ് അർത്ഥം. അടുത്തത് ഇർ എന്ന അക്ഷരം എങ്ങനെ ചേരുമെന്ന് നോക്കാം. ക പ്ലസ് ഇർ ചേരുമ്പോൾ കൃ എന്ന അക്ഷരമാണ് ഉണ്ടാകുന്നത്. കൃ. അപ്പോൾ അതിൻ്റെ ചിഹ്നം നോക്കിയേ. ക ഇട്ട ശേഷം ഇതുപോലെ ഇടുന്നതാണ് കൃ. അപ്പോൾ വാക്ക് ഏതാണെന്ന് വെച്ചാൽ കൃഷക്. കൃഷക് എന്നാൽ കൃഷിക്കാരൻ എന്നാണ് അർത്ഥം. അടുത്തത് എ. ക പ്ലസ് എ ചേരുമ്പോൾ കെ എന്ന അക്ഷരമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ചിഹ്നം നോക്കാം.
ക ഇങ്ങനെ ഇട്ട ശേഷം ദേ ഇങ്ങനെ ചരിഞ്ഞുള്ളൊരു വര, അതാണ് എയുടെ ചിഹ്നം. ഓക്കെ. അപ്പോൾ ഇത് കെ കൊണ്ട് ഉള്ള ഒരു വാക്ക് നോക്കിയാൽ കേല. കേല എന്നാൽ വാഴപ്പഴം. അടുത്തത് ഐ. ഐ എന്ന സ്വരാക്ഷരം എങ്ങനെ ചേരുമെന്ന് നോക്കാം. ക പ്ലസ് ഐ ചേരുമ്പോൾ കൈ എന്ന അക്ഷരമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ചിഹ്നം നോക്കിയാലോ. കായിട്ട ശേഷം ദേ ചരിച്ച് 2 വരയാണ് ഇടേണ്ടത്. ഓക്കെ, അതാണ് കൈ എന്ന് പറയുന്നത് അക്ഷരം. വാക്ക് നോക്കാം. കൈസ. കൈസ എന്നാൽ എങ്ങനെയുള്ള എന്നാണ് അർത്ഥം. അടുത്തത് ഓ. ഓ എന്ന സ്വരാക്ഷരം എങ്ങനെ ചേരുമെന്ന് നോക്കാം. ക പ്ലസ് ഓ ചേരുമ്പോൾ കോ. കോ എന്ന അക്ഷരമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ചിഹ്നം നോക്കിയാലോ. ആദ്യം നമ്മൾ ക ഇങ്ങനെ എഴുതിയ ശേഷം ഒരു വര ഇട്ടിട്ട് ഇങ്ങോട്ടും ഒന്ന് ചരിച്ച് വര ഇടുക. ഇതാണ് കോ എന്ന അക്ഷരം. അപ്പോൾ ഇതുകൊണ്ടുള്ള വാക്ക് നോക്കിയാലോ. കോയൽ. കോയൽ എന്നാൽ കുയിൽ എന്നാണ് അർത്ഥം. അടുത്തത് ഔ എന്ന സ്വരാക്ഷരം എങ്ങനെ ചേരുമെന്ന് നോക്കാം. ക പ്ലസ് ഔ ചേരുമ്പോൾ കൗ എന്ന അക്ഷരമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഔ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം നോക്കിയേ. ഞാനൊന്ന് എഴുതി കാണിക്കാം. കായിട്ട ശേഷം ഒരു വര ഇട്ടിട്ട് മുകളിലും 2 വര ഇടുക. ഇതാണ് കൗ എന്ന അക്ഷരം. ഓക്കെ. ഈ കൗ എന്ന അക്ഷരം കൊണ്ടുണ്ടാകുന്ന ഒരു വാക്കാണ് കൗവ. കൗവ എന്നാൽ കാക്ക എന്നാണ് അർത്ഥം. അടുത്തത് എന്ന സ്വരാക്ഷരം എങ്ങനെ ചേരുന്നു എന്ന് നോക്കാം. ക പ്ലസ് ഇവ ചേരുമ്പോൾ ഉണ്ടാകുന്നത് കം എന്ന അക്ഷരമാണ്. ചിഹ്നം നോക്കിയേ. ക ഇട്ട ശേഷം മുകളിൽ ഒരു ചെറിയ ഡോട്ട് ഇട്ടാൽ അത് കം എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വാക്കെന്ന് പറയുന്നത് കങ്കൺ. കങ്കൺ വള എന്നാണ് അർത്ഥം. അടുത്തത് ആ. ആ എന്ന അവസാനത്തെ സ്വരാക്ഷരമാണ്. ഇതെങ്ങനെ ചേരുമെന്ന് നോക്കാം. ക പ്ലസ് അഹ് ചേരുമ്പോൾ ക എന്ന അക്ഷരമാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ മാത്ര ശ്രദ്ധിച്ചല്ലോ. ഇതാണ് മാത്ര. അപ്പം ഇത് ക എന്നുള്ളൊരു അക്ഷരം വെച്ച് ഹിന്ദിയിൽ വാക്കുകളൊന്നുമില്ല. അപ്പോൾ അതാണ് വാക്കെഴുതാത്തത്. ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.